ഹായ് ഹലോ, പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും അടി കിട്ടിയതറിഞ്ഞ് അനാമിക വല്യമ്മയോട് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ദേവയാനി നയനയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അനിയത്തി തന്നെയാണോ അവരെ തല്ലിച്ചതച്ചത്? അപ്പോൾ നയന പറയുന്നുണ്ട്, അറിയില്ലമ്മേ, പക്ഷേ നന്ദുവിനെ ജയിലിലാക്കിയത് അനാമികയുടെ അച്ഛനും അമ്മയും തന്നെയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇനി അവരുടെ പേരിൽ കേസാകുകയില്ലേ? അങ്ങനെ വന്നാൽ അവൾക്ക് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാൻ പറ്റുമോ എന്ന്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഉറപ്പായും പറ്റും അമ്മേ. മാരാർ വക്കീലിനെ പോലത്തെ ഒരു വക്കീൽ കേസ് വാദിക്കുകയാണെങ്കിൽ പറ്റുമെന്ന് പറയണം. അപ്പോൾ ദേവേനി അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്, അങ്കിൾ കുറച്ച് നന്മയുള്ള ആളാണ് എന്ന് വെച്ച് എല്ലാ കേസും അങ്കിൾ ഏറ്റെടുത്ത് നടത്തുകയൊന്നുമില്ല. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് മാരാർ വക്കീലിനെ നന്നായിട്ട് അറിയാമല്ലേ? അങ്കിൾ എന്നൊക്കെയാണല്ലോ അമ്മ വിളിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ് അദ്ദേഹം. അതുകൊണ്ടിപ്പോൾ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചെറിയൊരു ചിരിയും ചിരിച്ച് നയന അവിടുന്ന് പോകുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനെ ഫോൺ വിളിച്ച് കാര്യം അന്വേഷിക്കുന്നുണ്ട്. നന്ദു തന്നെയാണോ അടിച്ചതെന്നറിഞ്ഞപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, നീ എന്താ മോളെ ഇങ്ങനെ? ഇനി ഇതെങ്ങാനും കേസാകുമോ? അപ്പോൾ നന്ദു പറയുന്നുണ്ട്, കേസാകുകയാണെങ്കിൽ എന്നെക്കാളും ഡാമേജ് അവർക്ക് തന്നെയാണ് ഉണ്ടാവുക എന്ന മുന്നറിയിപ്പ് അവർക്ക് ഞാൻ കൊടുത്തിട്ട് തന്നെയാണ് വന്നത്. ഇവിടം കൊണ്ടും അവളും അവളുടെ വീട്ടുകാരും എല്ലാം അവസാനിപ്പിക്കണം. അങ്ങനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ പോലീസ് യൂണിഫോമൊക്കെ ഞാനങ്ങ് മറക്കും. എന്നിട്ട് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യും കാലും തല്ലി ഒടിച്ച് ഞാനങ്ങ് ജയിലിൽ പോയി കിടക്കുമെന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അനാമികയുടെ വീടാണ്. അവിടെ അനാമിക എത്തി അച്ഛനമ്മയെയൊക്കെ കാണുന്നുണ്ട്. വളരെയധികം ഡാമേജ് പറ്റി കിടക്കുകയാണ് നമ്മുടെ രേവതിയും വേണു. ഇത് കണ്ടപ്പോൾ അനാമികക്ക് കുറച്ച് മുഖത്ത് സങ്കടമൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നമുക്ക് കേസാക്കണമെന്ന് പറയുന്നുണ്ട് അനാമിക. അപ്പോൾ വേണു പറയുന്നുണ്ട്, കേസൊന്നും ആക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ നമ്മൾ ചെയ്ത കള്ളത്തരമെല്ലാം അവൾ കുത്തിപ്പോക്കും. നല്ല അടിയാണ് കിട്ടിയത് മോളെ. പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നീയും സൂക്ഷിച്ചോ. ആണുങ്ങളെപ്പോലും അടിച്ചൊതുക്കാൻ കഴിയുന്ന അവൾക്ക് നിന്നെപ്പോലെ ഒരു പെണ്ണിനെ അടിക്കാൻ വലിയ ഒരു പ്രയാസമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇതെല്ലാം ആ അനിയും അറിഞ്ഞുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, മോളെ, എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ നിന്ന് കുറച്ച് സ്വത്ത് തട്ടിയെടുത്ത് അവിടുന്ന് പുറത്ത് ചാടാൻ നോക്ക്. ആ വീട്ടിനകത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരുക്ക് പറ്റുന്നത് നമുക്കാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അത് ശരിയായി. ഇനിയിപ്പോൾ അവൾ SI ആയാൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ പേരിൽ ഒരുപാട് കേസുണ്ട്. അതൊക്കെ അവൾ കുത്തിപ്പൊക്കിയാൽ എന്നെ പിടിച്ച് ജയിലിലാക്കും. അതുകൊണ്ട് ഇനിയിപ്പോൾ അനുനയത്തിൽ പോകുന്നതാണ് നല്ലത്. ഇതൊക്കെ കേട്ട് അനാമിക എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ നിരാശയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനിയെയാണ്. അനിയും നന്ദുവും ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അനി പറയുന്നുണ്ട്, നന്ദു, ഇനിയും കേസിൽ കുടുങ്ങിയാൽ നിന്റെ സ്വപ്നം നടക്കാതെ പോകും. നിന്റെ സ്വഭാവം നീ കുറച്ച് മാറ്റണം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇനി ഈ ഭൂമി തന്നെ എത്ര കാലം നിലനിൽക്കുമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ആത്മാഭിമാനത്തോടെ തലയുയർത്തി ജീവിക്കുന്നതല്ലേ നല്ലത്. ഒന്നുമില്ലെങ്കിലും ദൈവം തന്ന ആയുസ് പാഴാക്കി കളഞ്ഞില്ല എന്ന തോന്നലെങ്കിലും ഉണ്ടാകുമല്ലോ. ഏതായാലും എനിക്ക് നല്ല പേടിയുണ്ട്, ഏതെങ്കിലും ഏടാകൂടത്തിൽപ്പെട്ട് നന്ദുവിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. പിന്നെ കാണിക്കുന്നത് നയന ഡിസൈൻ വരയ്ക്കുന്നതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അനി വരുന്നുണ്ട്. എന്നിട്ട് അനി പറയുന്നുണ്ട്, ഏട്ടത്തി, ഇതിൻ്റെ പിന്നിൽ അനാമിയുടെ അച്ഛനും അമ്മയും തന്നെയാണ്. ഇത് കേൾക്കുന്ന ജാനകി അങ്ങോട്ടേക്ക് വന്ന് അനിയെ വിമർശിക്കുന്നുണ്ട്. നീ നന്ദുവിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാതെ അവശരായി കിടക്കുന്ന നിൻ്റെ അമ്മായി അച്ഛനെയും അമ്മായി അമ്മയെയും പോയി കാണുക എന്ന്. അവരെ കൊണ്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന ദേവയാനിയും പറയുന്നുണ്ട്, നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കിയത് അവർ തന്നെയാണ് ജാനകി. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിയും ഇത് വിശ്വസിക്കുകയാണോ എന്നൊക്കെ. എന്നിട്ട് പറയുന്നുണ്ട്, അനി അവിടെ ചെല്ലാത്തതിൽ രേവതി വിളിച്ച് എന്നോട് വിഷമം പറഞ്ഞു. അപ്പോൾ അനി പറയുന്നുണ്ട്, അവളുമാരുടെ വിഷമം മാത്രമേ അമ്മ കാണൂ. അവളെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങളും വേദനയൊന്നും അമ്മ കാണുന്നില്ല എന്നും പറഞ്ഞ് അനി അവിടുന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ജാനകി ദേവയാനിയോട് പറയുന്നുണ്ട്, ഏട്ടത്തി, എന്താ അവനെ ഒന്ന് പറഞ്ഞു തിരുത്താത്തത് എന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവൻ്റെ ജീവിതം ഇങ്ങനെയായി പോയതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് ജാനകി. ഏതായാലും അവരെ തമ്മിൽ പിരിയാൻ ഞാൻ അനുവദിക്കില്ല. അനാമിക കുറച്ച് അവനെ മനസ്സിലാക്കി പെരുമാറിയിരുന്നെങ്കിൽ എന്നും പറയുന്നുണ്ട് ദേവയാനി. അപ്പോൾ നയനയും പറയുന്നുണ്ട്, തെറ്റ് കണ്ടാൽ സ്വന്തം മരുമകളാണെങ്കിലും അത് തിരുത്താൻ ഇളയമ ശ്രമിക്കണമെന്ന്. അപ്പോൾ ദേവയാനി നയനയോട് പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നീ പോയി നിൻ്റെ പണി നോക്ക്.
അപ്പോൾ ജാനകി പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം ഇവളുടെ അനിയത്തിയെ ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഒരിക്കലും അനാമിക മോൾക്ക് ഈ വീട് വിട്ടു പോകേണ്ടി വരില്ല, അത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ് ജാനകി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ദേവയാനി ആരെയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാറ് വിചാരിച്ചാൽ ഇത്തവണത്തെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് തന്നെ നന്ദുവിനെ ഇപ്പോൾ തന്നെ കയറ്റി വിടാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നയന കേൾക്കുന്നുണ്ട്. അപ്പോൾ നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അമ്മയുടെ മനസ്സ് ഞാൻ അറിഞ്ഞു വരികയാണ്. എൻ്റെ മനസ്സിൽ ഒരു സംശയവും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് ക്ലിയർ ആകണം. പിന്നെ കാണിക്കുന്നത് നയന ഒരു ഡിസൈൻ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. ഇതാരാ വരച്ചതെന്ന് ചേച്ചിക്ക് അറിയാമോ? ഈ ഡിസൈൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, ഇതുപോലത്തെ ഒരു ഡിസൈനുള്ള മാല കിട്ടിയാൽ നല്ലതായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നയൻ അവിടുന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ദേവയാനി കേൾക്കുന്നുണ്ട്. പിന്നെ നവ്യ ആ ഡിസൈൻ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നുണ്ട്. നയനയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡിസൈനാണ് ഇത് എന്ന് പറഞ്ഞ് നവ്യ അത് ദേവയാനിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, എങ്കിൽ ഇതുപോലെ ഒരു മാല എൻ്റെ മരുമകൾക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന്. പിന്നെ ദേവയാനി ഫ്രണ്ട്സിൻ്റെ മകളെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് നിന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. ഏതായാലും നയന ദേവയാനിയെ നന്നായി നിരീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് നയന ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് അമ്മ ആൻമേരിയെ കാണണമെന്ന് പറഞ്ഞത്. പിന്നെ കാണിക്കുന്നത് ദേവയാനി ആൻമേരിയുടെ വീട്ടിൽ വരുന്നതാണ്. ആൻമേരി ചോദിക്കുന്നുണ്ട്, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് ആൻറ്റി? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ മരുമകളുടെ ഡിസൈനൊക്കെ ഇഷ്ടമല്ലേ? അപ്പോൾ ആൻമേരി പറയുന്നുണ്ട്, പിന്നെ സൂപ്പർ അല്ലേ, അതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് അല്ലേ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു സംഘടന ഉണ്ടല്ലോ WCS, ആ സംഘടന എല്ലാ വർഷവും സമൂഹത്തിൽ മികവ് പുലർത്തുന്ന സ്ത്രീകൾക്ക് അവാർഡ് കൊടുക്കുന്നതല്ലേ? ഇത്തവണ അത് എൻ്റെ മരുമകൾക്ക് കൊടുക്കണം. അപ്പോൾ ആൻമേരി പറയുന്നുണ്ട്, ഞങ്ങളും അത് തീരുമാനിച്ചതാണ്, ഡിസൈനിങ്ങിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന നയന മേഡത്തിന് കൊടുക്കണമെന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എങ്കിൽ അത് ഞാൻ സ്പോൺസർ ചെയ്യാം, പക്ഷേ അത് ആരും അറിയാൻ പാടില്ല. അപ്പോൾ ആൻമേരി പറയുന്നുണ്ട്, പിന്നിൽ നിന്ന് എല്ലാം കളിക്കുകയാണ് ആൻറ്റി അല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവളുടെ ഈ പ്രായത്തിൽ അവൾ എനിക്കൊരു വലിയ ത്യാഗം ചെയ്തതുകൊണ്ട് എനിക്ക് അവളെ സന്തോഷിപ്പിക്കണം, അതിന് ഇങ്ങനെയൊക്കെയല്ലേ പറ്റൂ. അന്ന് മോൾക്ക് കൊടുക്കുന്ന മൊമെൻറ്റോവിൻ്റെ കൂടെ മറ്റൊരു സമ്മാനവും കൊടുക്കണം. എന്നിട്ട് നയനക്ക് ഇഷ്ടപ്പെട്ട ആ ഡിസൈൻ കാണിക്കുന്നുണ്ട് ആൻമേരിയെ. ആൻമേരിക്കും ആ ഡിസൈൻ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദേവയാനി ഫംഗ്ഷൻ നടത്താനുള്ള എല്ലാ ചിലവും ഞാൻ വഹിച്ചു കൊള്ളാം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആൻമേരി പറയുന്നുണ്ട്, എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാനൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാം എന്നും പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.